നമ്മൾ ചെറുതാണെന്ന് കരുതി തള്ളിക്കളയുന്നത് ജീവിതത്തിന്റെ മേല് ഇങ്ങനെ കുന്നുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങൾ നോക്കിയാൽ വലിയ പാറക്കല്ല് കൂട്ടി നമ്മൾ അതിൽ മൂടപ്പെട്ടില്ലെങ്കിലും മണൽത്തരി കൊണ്ടും നമ്മളെ മൂടാം. ഒരു പാറക്കെട്ടിന്റെ അടിയിൽ വീണുപോയില്ലെങ്കിലും മണൽത്തരികൾ കൂമ്പാരമായാൽ അതിന്റെ ഉള്ളിലും ഒരുവന് പെട്ടുപോകാം. അതുകൊണ്ട് ചെറുതെന്ന് കരുതി ചിലതൊക്കെ അവഗണിക്കരുത്. അതിന്റെ അർത്ഥത്തിൽ ഇവിടെ വചനം പറയുന്ന മദ്യപാനി ഒരിക്കലും, അല്ലെങ്കിൽ മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകില്ല. അതിന് കാരണം അവൻ അല്പാൽപമായിട്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വലിയ തോതിൽ അല്പാൽപ്പം എല്ലാ ദിവസവും കുറേശ്ശെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അടുത്ത വചനം ഒന്ന് വായിച്ചേ. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഇന്നിപ്പോ പ്രാർത്ഥിച്ചില്ലല്ലോ എന്നെ കുഴപ്പം പറയരുത്. ഇന്നിപ്പോ ജവാല് ചൊല്ലിയില്ലെങ്കിൽ എന്നെ കുഴപ്പം. ഇന്നിപ്പോ സന്ധ്യാപ്രാർത്ഥന വീട്ടിലില്ലെങ്കിൽ ഇപ്പൊ എന്നെ കുഴപ്പം. ഒരു ദിവസം ഇല്ലെങ്കിൽ എന്നെ കുഴപ്പം. ഇപ്പൊ കുഞ്ഞുങ്ങൾ പറയും, രണ്ടാമത്തെ ദിവസം പറയും, അമ്മ ഇന്ന് നമുക്ക് ചെല്ലണ്ട, അതിനോട് ഇന്നലെ ചെല്ലില്ല, 2 ദിവസം ചൊല്ലിയില്ലെങ്കിൽ ഇപ്പൊ എന്നെ കുഴപ്പം. ചില കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന പോലും കാണും. ചിലർ കുമ്പസാരം, നാളുകൾ കുമ്പസാരിക്കാതിരിക്കും. എന്നെ കുഴപ്പം. നിങ്ങൾ ആലോചിച്ചു, ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം ഒഴിക്കുന്നില്ലെന്ന് വിചാരിക്കും. 5 മാസം കഴിഞ്ഞ് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. എന്തായിരിക്കും എന്റെ അവസ്ഥ? എന്നുള്ള വെള്ളം ഒഴിക്കേണ്ട വിചാരിക്കും. അല്ല, ഞങ്ങൾ ഗുജറാത്തിൽ ഒരു ധ്യാനത്തിന് പോയി. നല്ല ചൂടാണ്. ഇവിടെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി അവിടെ നടന്ന് ജോമാലൊക്കെ ചെല്ലാനായിട്ട് അങ്ങനെ ഇറങ്ങിയ സമയത്ത് ഇവിടെ കുറെ മരങ്ങൾ ഏതോ അച്ഛൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ എപ്പോഴും നട്ടിട്ടുണ്ട്. അതിനകത്ത് പകുതിയോളം ഇങ്ങനെ ഉണങ്ങി വരണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയി ഉണങ്ങിപ്പോയി. ഇനി വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. വിണ്ട് കീറിയാണ് നിലവിരിക്കുന്നത്. ഇതെന്ത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒഴിക്കേണ്ട സമയത്ത് കൃത്യമായ അളവില് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നതിന്റെ പേരിൽ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ ശരിയാകില്ല. ഒരു നനവ് വേണം, എപ്പോഴും ഒരു നനവ് വേണം. കിട്ടേണ്ട ഒരു നനവ് എന്ന് പറയുന്ന പോലെ ഒരു സ്നേഹത്തിന്റെ, ഒരു തലോടലിന്റെ, ഒരു സാന്നിധ്യത്തിന്റെ, ഒരു വിശുദ്ധിയുടെ, ഒരു കൃപയുടെ ഒരു നനവ് എല്ലാ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിൽ കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ ആത്മാവിൽ കിട്ടുന്നില്ലെങ്കിൽ ആത്മാവ് മരിച്ച അവസ്ഥയിലേക്ക് പോകും. ക്ഷമിക്കാൻ പറ്റില്ല. അവൻ ചോദിക്കാൻ എന്തിനാ ക്ഷമിക്കുന്നേ? ഭാര്യയുടെ മുമ്പിൽ ഞാൻ എളിമപ്പെടുന്നത്. ഭാര്യയല്ലേ എളിമപ്പെടണ്ടേ? അവളല്ലേ എന്റെ ഭാര്യ. ഞാൻ എളിമപ്പെടുന്നില്ല. മക്കൾ എളിമപ്പെടട്ടെ. അവനാദ്യം സോറി പറയട്ടെ. അവന്മാർ കാണിച്ചു കുരുത്തക്കേടല്ലേ, അവന്മാർ വന്ന് സോറി. ഞാൻ എളിമപ്പെടുന്നില്ല. കുടുംബം തകർന്നാലും, ഇരുപ മക്കൾ ഇറങ്ങി പോയാലും ജീവിതം ഞാൻ എളിമപ്പെടുന്നില്ല. ഹൃദയത്തിന്റെ നനവ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഈ വചനം കൊണ്ട് എല്ലാ ദിവസവും വചനം വായിക്കുമ്പോൾ ഹൃദയം നനയും, ആത്മാവിൽ ഒരു നനവുണ്ടാവുക. സ്നേഹത്തിന്റെ ഒരു നനവ്, ക്ഷമിക്കാനുള്ള ഒരു നനവ്, എളിമപ്പെടാനുള്ള ഒരു നനവ്, വിശുദ്ധ ജീവിതം നയിക്കുക. ഈ നനവുകൾ നമ്മുടെ ഹൃദയത്തിൽ എല്ലാ ദിവസവും ആത്മാവിൽ കിട്ടുക. അത് നമ്മൾ വേണ്ടെന്ന് വെക്കരുത്. ഒരു ദിവസം വേണ്ടെന്ന് വെക്കുക, 2 ദിവസം 3 ദിവസം 4 ദിവസം, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹൃദയം ഉണങ്ങി വരണ്ട, ആത്മാവ് ഉണങ്ങി വരേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ ആ ആത്മാവിന് ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പനെ വെട്ടി തുണ്ടമാക്കും. കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ജീവിത പങ്കാളിയുടെ കഴുത്തറുത്തു മാറ്റും. ഹൃദയത്തിന്റെ നനവ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഉണങ്ങിപ്പോ ഒരു കുറ്റബോധം തോന്നുകയോ, ഒരു പാപബോധം തോന്നുകയോ, ഒരു അനുതാപം തോന്നുകയോ ഇതൊന്നും ഉണ്ടാകില്ല. പ്രായമായ അപ്പനും അമ്മേനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ മകൻ ഒരു കുഴപ്പമുണ്ടാവില്ല. ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാകില്ല. കാരണം എന്താ? സ്നേഹത്തിന്റെ നനവ് നഷ്ടപ്പെട്ടു. ഹൃദയത്തിൽ സ്നേഹത്തിന്റെ നനവ് നഷ്ടപ്പെടുമ്പോ ഒരു ദാമ്പത്യ ജീവിതത്തിലായിരിക്കുന്ന വ്യക്തി ദാമ്പത്യ അവിശ്വസ്തതകളിലേക്ക് പോകും. കരുണ വറ്റിപ്പോകുമ്പോ അവരെന്റെ വേദന കാണാൻ കുടുംബത്തിൽ പറ്റാതെ പോകും. വറ്റിപ്പോകുന്നുണ്ട്, ഡ്രൈ ആയി ഉണങ്ങിപ്പോയി. ചെറുതെന്ന് കരുതി ചിലതൊക്കെ അല്പാൽപമായി അവഗണിക്കുമ്പോ ആത്മാവിന്റെ പ്രചോദനങ്ങൾ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം ഉണങ്ങിപ്പോകും, ആത്മാവ് ഉണങ്ങിപ്പോകും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണങ്ങി വരണ്ട ഹൃദയമായി ജീവിതം തള്ളി നീക്കേണ്ടി വരും. ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങൾ ശരിക്കും അവഗണിക്കുക. അതിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. വളരെ ചെറുതെന്ന് തോന്നിപ്പിക്കുക. കാരണം ആ ചെറുതിലൂടെയാണ് പിശാചിന്റെ ചെറുതല്ലേ, കുഴപ്പമില്ലല്ലോ, വല്ലപ്പോഴല്ലേ, ഈസ്റ്ററിനല്ലേ, ക്രിസ്മസിനല്ലേ എന്നൊക്കെ പറയാറില്ലേ, ആരും കാണാത്തപ്പോഴല്ലേ എന്നൊക്കെ പറയാറില്ലേ. മനസ്സിലാക്കണം. ചിലപ്പോൾ ചില അഹങ്കാരമായിരിക്കും, എപ്പോഴും അഹങ്കാര ചിന്തയായിരിക്കും, ഞാനെന്നുള്ള ഭാവമായിരിക്കും. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നതാണ് ശരി. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും നിരാശപ്പെടുക, ആകുലപ്പെടുക, ഭാരപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും കുറ്റം പറയുന്ന പ്രവണത. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളല്ലാതെ വേറെ ഒന്നും ആ തരത്തിൽ നിന്ന് വരില്ല.
ആത്മാവിൽ ഫലങ്ങൾ ഉണ്ടാകില്ല. ആത്മാവിന്റെ ഫലങ്ങൾ നഷ്ടപ്പെട്ടു. മരമുണങ്ങിയ